സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ ഇറാനിയൻ പ്രസിഡൻ്റായിരുന്ന ഖമനേയിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകള്, പേരക്കുട്ടി, അദ്ദേഹത്തിൻ്റെ മകനെ എല്ലാം കൊന്ന് കൊലവിളി നടത്തിയ US, ഇസ്രയേൽ ഭീകരന്മാരെ സപ്പോർട്ട് ചെയ്യുകയാണ് കേരളത്തിലെ കുറേ സംഘികളായ, അതായത് സംഘപരിവാർ ശക്തികളെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന കുറേ ചാനലുകൾ. അതിൽ മെയിൻ ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ഷാജസ്കറിയാണ്. അവൻ ദൈവഭയമില്ലാത്ത ഒരു സത്യക്രിസ്ത്യാനിയാണ്. സത്യക്രിസ്ത്യാനിയല്ല, ഒരു ദൈവഭയമുള്ള ഒരു സത്യക്രിസ്ത്യാനി എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും കൊലപാതകങ്ങളെയും ഭീകരപ്രവൃത്തികളെയും ന്യായീകരിക്കില്ല. അതായത് അമേരിക്കയും ഇസ്രയേലും ഭീകരപ്രവൃത്തി ചെയ്താൽ അത് നല്ല പ്രവൃത്തിയാണെന്ന് പറയും. അതേസമയം ബാക്കിയുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള പ്രത്യേകിച്ച് ഒരു മുസ്ലിം രാജ്യമാണ് ചെയ്യുന്നതെങ്കിൽ അത് ഭീകര പ്രവൃത്തിയാവും. കൊച്ചുകുട്ടി ഒരു മുദ്രാവാക്യം വിളിച്ചാൽ, ഒരു മുസ്ലിം കുട്ടിയാണ് മുദ്രാവാക്യം വിളിക്കുന്നതെങ്കിൽ കുട്ടി ഭീകരൻ എന്ന് പറയും. അമേരിക്കയിൽ ക്രിസ്ത്യാനിക്കുട്ടി വീട്ടിൽ നിന്ന് തോക്ക് കൊണ്ടുപോയി 7-8 കുട്ടികളെ, സ്കൂളിലുള്ള കുട്ടികളെ വെടിവെച്ച് കൊന്നാൽ അത് ഭീകരനല്ല. അതേസമയം ഒരു മുദ്രാവാക്യം ഒരു മുസ്ലിം കുട്ടി വിളിക്കുകയാണെങ്കിൽ അത് കുട്ടി ഭീകരനാവും. അപ്പോൾ ഈ ഷാജസ്കറിയുടെ തന്ത ആരാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്നാലും ശരി, തന്തയില്ലായ്മയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണം, അതായത് പലരെയും തന്തയെന്ന് വിളിച്ച് ശീലിച്ചിട്ടുള്ളവന് ഒരു തന്തയല്ലല്ലോ. ഇപ്പൊ ട്രംപിന് വേണമെങ്കിൽ വലിയ കഴിവുള്ളവനാണ് മറ്റേതെന്ന് പറഞ്ഞ് തന്തയെന്ന് വിളിക്കും, അപ്പാന്ന് വിളിക്കും. നെതന്യാഹുവിനെ വേണമെങ്കിലും അപ്പാന്ന് വിളിക്കും. ഇനിയിപ്പൊ മോഹൻ ഭഗവത് ഇന്ത്യയിലെ RSSന്റെ നേതാവാണ്, അയാളെ വേണമെങ്കിലും അപ്പാന്ന് വിളിക്കും. മോഡിയെ വേണമെങ്കിലും വിശ്വഗുരു, മോഡിയെ വേണമെങ്കിലും അപ്പാന്ന് വിളിക്കും. ഇതാണ് ഷാജസ്കറി. അപ്പൊ അവൻ സത്യക്രിസ്ത്യാനിയാണ്? അല്ല. ദൈവഭയമുള്ള ഒരു സത്യക്രിസ്ത്യാനിയല്ല. ഇവൻ വെറും തറ അച്ചായനാണ്. തറ അച്ചായൻ എന്ന് പറഞ്ഞാൽ ആർക്കും കൂട്ടിക്കൊടുക്കും, നിലപാടുകളില്ല. ഏത് നിലപാടുകളും അവന് മാറ്റാനുള്ള കഴിവുണ്ട്. കാരണം വല്ലതും കിട്ടിയാൽ മതി. ഇപ്പൊ ഇസ്രയേലിലും പോവും, അമേരിക്കയിലും പോവും, പറയും ഞാൻ ഇസ്രയേലുമായിട്ട് നെതന്യാഹുമായിട്ട് ബന്ധമുണ്ട്, ഞാൻ സംസാരിച്ചിരുന്നു, ടെലിഫോണിൽ ഇപ്പൊ സംസാരിച്ചിരുന്നു, ട്രംപുമായിട്ട് സംസാരിച്ചു. ട്രംപ് എന്ന് പറയുന്നത് അവന്റെ മറ്റേ ആളാണ്, മറിച്ച ആളാണെന്ന് പറയും. ദൈവവുമായിട്ടും അവൻ സംസാരിക്കും. അവന്റെ ദൈവവുമായിട്ടും സംസാരിക്കും. കാരണം അവന്റെ സഹോദരി എന്ന് പറയുന്നത് കന്യാസ്ത്രീയാണ്. കന്യാസ്ത്രീ എന്ന് പറയുന്നത് ആരാണ്? ദൈവത്തിന്റെ മണവാട്ടിയാണ്, കർത്താവിന്റെ മണവാട്ടിയാണ്. അപ്പോൾ അവിടെ ദൈവത്തിന്റെ അടുത്തും വാസ്തയുണ്ട്, ട്രംപിന്റെ അടുത്തുണ്ട്, നെതന്യാഹുവിന്റെ അടുത്തുണ്ട്, മോഡിയുടെ അടുത്തുണ്ട്, മോഹൻ ഭഗവത്തിനുണ്ട്. എല്ലാവരുടെ കയ്യിലും പിടിപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തറ അച്ചായനാണ്